സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മളുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രൻ സാറിൻ്റെ വീട് ഒന്ന് സന്ദർശിക്കുകയാണ്. നമ്മളെ പാലക്കാടുള്ള കൊല്ലങ്കോടിനടുത്ത് വടവന്നൂരിലുള്ള ഒരു ചെറിയ കുഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു 5 വയസ്സ് മുതൽ ഇവിടെ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ശ്രീലങ്കയിൽ അവിടെയാണ് പ്രസവിച്ചതെന്ന് പറയുന്നു. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ഈ ഒരു കുടുംബത്തിന് ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കേരളക്കാരത് പഠിക്കുന്നില്ല അധികം. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ പഠിക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ വന്നത്. സുഹൃത്തുക്കളെ, ഇതാണിപ്പോൾ ഞാൻ കാണിക്കുന്നതാ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ട്. സത്യവിലാസം എന്നാണ് പേര് ഇതിൻ്റെ. ഇതാണ് ആ കൊച്ചു വീട്. നമ്മളൊക്കെ തന്നെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. മകളെ വളർത്താൻ MGRൻ്റെ അമ്മ സത്യഭാമ ഒരുപാട് പ്രയാസപ്പെട്ടപ്പോൾ കുംഭകോണത്തെ വേലുനായരുടെ സഹായത്തോടുകൂടി വീട്ടുജോലിക്കാരിയായി മക്കളെ വളർത്തിയതാണ്. ആലിബാബയും 40 കള്ളന്മാരും എന്ന ചിത്രത്തിൽ നായകനായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെ റിക്ഷാക്കാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ MGR സംവിധാനം ചെയ്ത നിർമ്മിച്ച നാടോടി മന്നൻ 14 ആഴ്ചകളോളം തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടി ആ ചിത്രം ഓടിയിട്ടുണ്ടെന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. 1977 1987 ഇടയിൽ 9 വർഷം തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ആ ഒരു ജോലിയിൽ അദ്ദേഹം 9 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഗാന്ധിയൻ ആദർശകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ മരുതൂർ ഗോപാലമേനോൻ്റെ മകനാണ്. MGയുടെ ജനനം ശ്രീലങ്കയിലെ മാണ്ടിയിൽ ആണ്. മുത്തപ്പൻ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് അടുത്തുള്ള വടവന്നൂർ ഒരു നായർ കുടുംബമാണ്. പിതാവിൻ്റെ മരണശേഷം ദാരിദ്ര്യം കാരണം പഠിക്കാനായില്ല. ഒരു നാടക സംഘത്തിൽ ചേർന്നാണ് MGR പ്രശസ്തനായത്. 1934 സതി ലീലാവതി എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത്. ഒരു അമേരിക്കക്കാരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത്. 1947 രാജകുമാരി എന്ന ചിത്രമായിരുന്നു MGRൻ്റെ വളർച്ചയ്ക്ക് വഴിതെളിച്ചത്. കരുണാനിധി ആയിരുന്നു ഇതിൻ്റെ തിരക്കഥ. ഇങ്ങനെ ഉയർച്ചയിൽ ആവുമ്പോൾ അന്നത്തെ തമിഴ്നാട് നടൻ MR രാധ എന്ന ഒരു വ്യക്തി MGRനെ വെടിവെച്ച് കാരണം സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുഴുവൻ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു വയസ്സായിട്ടുള്ളൊരു ചേച്ചിയുണ്ട്, അവരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ പഠിക്കുന്ന ചരിത്രമല്ല. ശരിക്കും നല്ല ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടും വിഷമവും അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് MG രാമചന്ദ്രൻ എന്ന ഈ മഹൽ വ്യക്തിത്വം. അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ്. ചെറിയ വീടാണെങ്കിലും നല്ലൊരു നമ്മളെ പണ്ടത്തെ കരിമ്പനൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല രസമുള്ളൊരു ലൊക്കേഷൻ. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഇവിടെ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പരിപാടി ഉണ്ട്. ഇതിപ്പോൾ പുറത്ത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് കാണാനും ഒക്കെ ഗവൺമെൻറ് തലത്തിൽ ചെയ്തതാണെന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഇതാണ് മരുതൂർ സത്യഭാമ, ഇത് നീലകത്ത് ഗോപാലമേനോൻ. ഓക്കെ, അപ്പോൾ നമ്മളെ കേരളത്തിൽ ഇത്രയും നല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെയുണ്ട്. അതേപോലെ തന്നെയുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് നമ്മളെ സർ ചേറ്റൂർ സാറിനെ കുറിച്ചിട്ട് ഇന്ത്യയിൽ ശരിക്ക് നല്ല അദ്ദേഹത്തെ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ ഒക്കെ ഇവിടെ ആളുകൾ എന്തോ ഒരു വിരസത കാണിക്കുകയാണ്. പക്ഷെ നമുക്കതിൽ വിരസതയല്ല. ഓക്കെ, അപ്പോൾ ഇതാ അമ്മയാണ് എനിക്ക് എൻ്റെ ചരിത്രം കുറച്ചൊക്കെ അമ്മയാണ് പറഞ്ഞു തന്നത് ഇവിടുത്തെ. പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇതാ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.